പുതിയ ഡിസൈനും. ഇന്ന് ഞാൻ അമ്മട്ടിലാണ്. അപ്പം മൈലാഞ്ചി മേടിച്ചിട്ടുണ്ട്. ഉത്സവമായിരുന്നു നാട്ടിൽ. അപ്പം ഒരു പ്ലാസ്റ്റിക് കവറുണ്ട്. ഞങ്ങളൊരു വീഡിയോയ്ക്കകത്ത് കണ്ടു. മൈലാഞ്ചി മേടിച്ചപ്പോൾ ഓർത്തെ എന്തോ ഈ മൈലാഞ്ചി വെച്ച് എന്തോ ചെയ്യും. മൈലാഞ്ചി വെച്ച് എന്നും വരയ്ക്കണമല്ലോ, പിന്നെ കഴുകി കളയണോ, ഒന്നും ചെയ്യണം. ടാറ്റു അടിക്കണോ, അതൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ. ഇനി നമുക്കൊന്ന് അടിച്ച് നോക്കാം. ആദ്യമേ ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് മതി ഗൈസ്. അപ്പം ആദ്യമേ തന്നെ കുഞ്ഞു ലവാണ് ഗൈസ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. ഞാൻ ലവ് വെച്ച് പൂ വരയ്ക്കുകയാണ് ഗൈസ്. അതാണെങ്കിൽ നല്ല ഞാൻ ഞാൻ നല്ല പൂവാണ് ലവിൻ്റെ വരച്ചേക്കുന്നത്. അത് നമുക്കിനി ഒരു സാധനത്തിൽ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊട്ടിക്കാം. ഞാൻ കയ്യിൽ എടുക്കട്ടെ. ഞാൻ കയ്യിൽ അത് വെച്ചേക്കുവാണ് ഗൈസ്. ഞാൻ ചൂടത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുക, അതുകൊണ്ടാണ്. അപ്പം ഞാൻ വെച്ചു ഗൈസ്. അപ്പം നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെയും ലവ് വെച്ചിട്ടുണ്ട് കണ്ടോ. നേരത്തെ ട്രൈ ചെയ്തപ്പോൾ നല്ലപോലെ വന്നു. ഇതെങ്കിലും പാളിപ്പോകരുതേ. 2-3 വട്ടം ഞാൻ ചെയ്ത്. ഗ്ലാസ് കറക്റ്റായിട്ട് പൂമ്പാറ്റ് കൂട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പൂവാണ് വരച്ചത്. പക്ഷെ ഞാൻ തിരിച്ചു വെച്ചപ്പോൾ പൂമ്പാറ്റിട്ട് കൂട്ടിരിക്കുന്നു. പറക്കുന്ന പൂമ്പാറ്റ് കൊള്ളാം ഗൈസ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കും എൻ്റെ പല്ല് ഇങ്ങനെ പറഞ്ഞു പോയെന്ന്. ഇന്ന് ഒരു ദിവസം എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ മാൻ്റെ നാട്ടൂനും അമ്മയുടെ മാമൻ്റെ വൈഫ് കെട്ടി വെച്ചിട്ട് പിന്നെ അമ്മയും കൂടെ കെട്ടിപ്പിടിച്ച് കഴിച്ചു. അപ്പം ഞാൻ എനിക്ക് പേടിയാണ് പല്ല് പറിക്കാൻ. പക്ഷെ എൻ്റെ പല്ല് ഇങ്ങനെ ഉമ്മിക്കിരി വെച്ച് തേച്ചാണ് കഴിച്ചത്. അപ്പോൾ പല്ലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പറിച്ചെടുത്ത്. പിന്നെ രണ്ടാമത്തെ പല്ല് പറഞ്ഞിട്ടില്ല, അതിൻ്റെ ഇടയിൽ കൂടെ പല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് പറിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറയുന്നില്ല. അത് ഇപ്പോഴാണ് അനങ്ങുന്നുണ്ട്. പറിക്കാൻ ഇച്ചിരി പേടി. അതാണ് ഗൈസ് പല്ല് പോയത്. ഇത്രയുള്ള വീഡിയോ.